നമസ്കാരം. പ്രവാസി ചാനൽ e-malayali.com ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കേരള അസോസിയേഷൻ ഓഫ് നാഷ്വിൽ സംഘടിപ്പിച്ച കാൻ ക്രൂയിസ് 2025 സമുദ്രയാത്രയുടെ ഒരു മലയാളി ഉത്സവമായി. ബാബു സ്റ്റീഫൻ വേൾഡ് മലയാളി കൗൺസിൽ പ്രസിഡന്റായി ചുമതലയേറ്റു. ഷിക്കാഗോ സെന്റ് മേരീസ് ക്നാനായ കത്തോലിക്ക ഇടവക ദിനം അവിസ്മരണീയമായി. ന്യൂയോർക്കിലെ സർഗവേദിയുടെ ആഭിമുഖ്യത്തിൽ VS അച്യുതാനന്ദൻ അനുസ്മരണം നടത്തി. ഫൊക്കാനയുടെ ഭാരത ശ്രേഷ്ഠ അവാർഡ് അടൂർ ഗോപാലകൃഷ്ണന്, സാഹിത്യ പുരസ്കാരം KV മോഹൻകുമാറിന്. ബാങ്കോക്കിൽ കപ്പൽ സവാരിയോടെ വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ മീറ്റിന് തുടക്കമായി. മിഷിഗണിലെ ഒക്കെമോസ് ലൈബ്രറിയിൽ 2025 ജൂലൈ 26 മലയാളി അസോസിയേഷൻ ഓഫ് ലാൻസിംഗ് ഏരിയ സംഘടിപ്പിച്ച ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വർക്ക്ഷോപ്പ് ഗംഭീരമായി നടത്തി. ഷിക്കാഗോ സെന്റ് മേരീസ് ക്നാനായ കത്തോലിക്ക ഇടവകയിലെ ദർശന തിരുനാൾ ഓഗസ്റ്റ് 3 മുതൽ 11 വരെ ഒരുക്കങ്ങൾ പൂർത്തിയായി. വാർത്തകൾ വിശദമായി. ടെന്നസിയിലെ മലയാളി സമൂഹത്തിന്റെ കുടുംബ സൗഹൃദത്തിനും ഐക്യത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് കേരള അസോസിയേഷൻ ഓഫ് നാഷ്വിൽ വിജയകരമായി സംഘടിപ്പിച്ച കാൻ ക്രൂയിസ് 2025 ജൂലൈ 18 മുതൽ 21 വരെ 4 ദിവസങ്ങളിലായി റോയൽ കരീബിയൻ ഫ്രീഡം ഓഫ് ദ സീസ് ക്രൂയിസിൽ നടന്നു. ജൂലൈ 18 വൈകുന്നേരം ഫ്ലോറിഡയിലെ മയാമിയിൽ നിന്നും ആരംഭിച്ച യാത്ര 2ാം ദിനം പെർഫെക്റ്റ് ഡേ അറ്റ് കൊക്കാക്കെ ദ്വീപും 3ാം ദിനം നസൌ ബഹാമസും സന്ദർശിച്ച ശേഷം 4ാം നാൾ മയാമിയിൽ തിരിച്ചെത്തി. പങ്കെടുത്ത എല്ലാവർക്കും ആത്മസന്തോഷം നൽകിയതും വളരെ കാലത്തോളം ഓർമ്മകളിൽ സൂക്ഷിച്ചു വെക്കാവുന്നതുമായ ഒരു അനുഭവമായി ഇത് മാറി. 70ഓളം അംഗങ്ങൾ പങ്കെടുത്ത ഈ സമുദ്രയാത്ര വിനോദസഞ്ചാരത്തിന് ഉപരിയായി കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം അവരുടെ സാംസ്കാരിക ഐക്യത്തിന്റെ ഒരു പ്രത്യേകത കൂടി വിളിച്ചറിയിക്കുന്നതായിരുന്നു. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പലർക്കും മറ്റൊരാളെ അടുത്തറിയാൻ സമയമുണ്ടാകാറില്ല. എന്നാൽ ഇത്തരം യാത്രകൾ വഴി കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാനും കുട്ടികൾക്കിടയിൽ സൗഹൃദങ്ങൾ വർദ്ധിപ്പിക്കാനും ഉപകരിക്കും. പ്രവാസ ജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ കുടുംബങ്ങൾക്കൊപ്പം സമുദ്രതീരങ്ങൾ അനുഭവിക്കുകയും മനസ്സ് തുറന്ന് സംഭാഷണങ്ങൾ നടത്തുകയും ചെയ്ത ഈ യാത്ര സാമൂഹ്യ ബന്ധം വിപുലമാക്കുന്നതിന് വലിയ വേദിയായി കൂടി മാറി. വിവിധ തലമുറകളെ ഒരേ വേദിയിൽ കൂട്ടിച്ചേർക്കുന്ന ഇത്തരം യാത്രകൾ കമ്മ്യൂണിറ്റി ബന്ധങ്ങൾ വളർത്താനും വഴിയൊരുക്കും. കാൻ ക്രൂയിസ് 2025 പങ്കെടുത്തവരുടെ മനസ്സിലെന്നും തങ്ങി നിൽക്കുന്ന ഒട്ടേറെ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ഒരു യാത്രയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ സമുദ്രയാത്രയുടെ ഒരു മലയാളി ഉത്സവം തന്നെയായി ഇത് മാറി. ന്യൂസ് ഡെസ്ക് e-malayali. ബാബു സ്റ്റീഫൻ വേൾഡ് മലയാളി കൗൺസിൽ പ്രസിഡന്റായി ചുമതലയേറ്റു. ചെയർമാൻ തോമസ് മൊട്ടക്കലിനെ സാക്ഷി നിർത്തി അലക്സ് വിളനിലം ഔദ്യോഗികമായി സർട്ടിഫിക്കറ്റും സീലും കൈമാറി. ലോകമെമ്പാടുമുള്ള മലയാളികളെ ഒരുമിപ്പിക്കുന്ന ആഗോള സംഘടനയായ വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ കോൺഫറൻസിന് ബാങ്കോക്കിൽ പര്യവസാനമായി. ചാർട്ടർ സർട്ടിഫിക്കറ്റ് പ്രോവിൻസിന് കിട്ടുന്നത് ഈ സീലില്ലാത്ത ചാർട്ടർ സർട്ടിഫിക്കറ്റ് വാലിഡ് അല്ല. ഒഫീഷ്യലായിട്ടുള്ള ന്യൂജേഴ്സി സ്റ്റേറ്റ് വന്നിരിക്കുന്ന സീല് ലോകമെമ്പാടും ഉള്ള പ്രോവിൻസസിന് ഇത് എംബോസ് ചെയ്തിട്ട് മാത്രമേ ചെയർമാനും പ്രസിഡന്റും സൈൻ ചെയ്ത് ഇഷ്യൂ ചെയ്യത്തുള്ളൂ. അത് ഞാൻ ഒഫീഷ്യലായിട്ട് ഹാൻഡ് ഓവർ ചെയ്യാൻ വളരെ സന്തോഷമുണ്ട്. ഇതിന്റെ കസ്റ്റോഡിയൻ കാലാകാലങ്ങളിൽ വരുന്ന പ്രസിഡന്റ് ആയിരിക്കും ഗ്ലോബൽ പ്രസിഡന്റ്. ആദ്യത്തെ ജനറൽ സെക്രട്ടറിയുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന സീല് ഒഫീഷ്യലായിട്ട് ഇപ്പോഴത്തെ പുതിയ പ്രസിഡന്റ് ഡോക്ടർ ബാബു സ്റ്റീഫന് ഞാനിത് കൈമാറുകയാണ്. ചടങ്ങിൽ അമേരിക്ക, കാനഡ, മിഡിൽ ഈസ്റ്റ്, ഓസ്ട്രേലിയ, യൂറോപ്പ് തുടങ്ങിയ 30-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 565 പ്രതിനിധികൾ പങ്കെടുത്തു. വിശിഷ്ടാതിഥികളായി ജോൺ ബ്രിട്ടാസ് MP, മുൻ MP K മുരളീധരൻ, സനീഷ് കുമാർ MLA, സോന നായർ, മുരുകൻ കാട്ടാക്കട എന്നിവർ പങ്കെടുത്തു. വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ നേതാക്കളായ തോമസ് മൊട്ടക്കൽ, ഡോക്ടർ തങ്കമണി അരവിന്ദൻ, ഡോക്ടർ ബാബു സ്റ്റീഫൻ, ദിനേശ് നായർ, ഷാജി മാത്യു, ജെയിംസ് കുടൽ, സുരേന്ദ്രൻ കണ്ണാട്ട്, അജോയ് കല്ലുംകുന്നേൽ എന്നിവർ പരിപാടികൾക്ക് ചുക്കാൻ പിടിച്ചു. ന്യൂസ് ഡെസ്ക് e-malayali.
കേരളത്തിന്റെ മണ്ണിനും മനുഷ്യനും കാവലായി നിന്ന ധീരനായ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ന്യൂയോർക്ക് സർഗവേദിയുടെ ആഭിമുഖ്യത്തിൽ ജൂലൈ 25 വെള്ളിയാഴ്ച ന്യൂയോർക്കിലെ കേരള സെന്റർ ഓഡിറ്റോറിയത്തിൽ വെച്ച് അനുസ്മരണ മീറ്റിംഗ് നടന്നു. സർഗവേദി അംഗങ്ങൾക്ക് പുറമെ ട്രൈ സ്റ്റേറ്റ് മലയാളി നേതാക്കൾ ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തിയിരുന്നു. ജോസ് കാടാപ്പുറം ആമുഖ പ്രസംഗം നടത്തി. കേരള സെന്റർ സ്ഥാപക പ്രസിഡന്റ് EM സ്റ്റീഫന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ വിവിധ നേതാക്കൾ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ചത്തെന്ന് കരുതി ചാക്കിൽ കെട്ടി ഉപേക്ഷിക്കാൻ പോയ പോലീസ്, മൃതശരീരം കുഴിച്ചിടാൻ സഹായത്തിനായി കൂടെ കൂട്ടിയ മോഷണക്കേസ് പ്രതി കള്ളൻ കോലപ്പനാണ് പോലീസ് ജീപ്പിലെ ചാക്ക് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ആദ്യം പോലീസ് അത് കാര്യമാക്കിയില്ലെങ്കിലും ഒടുവിൽ കള്ളൻ കോലപ്പന്റെ ശാസനയ്ക്ക് വഴങ്ങി പോലീസ് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. പോലീസ് അന്ന് അച്യുതാനന്ദൻ എന്ന നേതാവിനോട് ചെയ്ത ക്രൂരത കണ്ട് അന്ന് ഡോക്ടർമാർ പോലീസ് ഇൻസ്പെക്ടറെ കണക്കിന് ശകാരിച്ചു. അവിടെ നിന്നാണ് പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി VS എന്ന നേതാവ് ഉയർത്തെഴുന്നേറ്റത്. അത് തോൽക്കാൻ മനസ്സിലാത്ത, ആരുടെ മുന്നിലും അടിയറവ് പറയാൻ തയ്യാറല്ലാത്ത ഒരു പോരാളിയുടെ പുനർജന്മമായിരുന്നു. മണ്ണിനും മനുഷ്യനും കാവലായി മാറിയ കാരിരുമ്പിന്റെ കരുത്തുള്ള ഒരു പൊതുപ്രവർത്തകൻ. അദ്ദേഹം എവിടെയുണ്ടെന്ന തോന്നൽ മതിയായിരുന്നു 10,000-ങ്ങൾക്ക് ധൈര്യം പകരാൻ. ആ പ്രതീക്ഷകളാണ് ഇന്ന് അസ്തമിച്ചത്. നൂറ്റാണ്ടിന്റെ സമരവീര്യത്തിന് തിരശ്ശീല EM സ്റ്റീഫൻ തന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. തുടർന്ന് J. മാത്യൂസ് പഴയ ഇടുക്കി അമരാവതി കുടിയിറക്ക സമരം ഓർമ്മിപ്പിച്ചു. കേരളം കണ്ട എക്കാലത്തെയും വലിയ ജനക്കൂട്ട ആദരവ് യാത്ര സൂചിപ്പിക്കുന്നത് പാവപ്പെട്ട മനുഷ്യരുടെ ശങ്കിലെ റോസാപ്പൂവിനെ രക്തനക്ഷത്രങ്ങൾക്കിടയിലേക്ക് യാത്രയാക്കാൻ വന്നവരായിരുന്നു അവരെന്നും, യാത്രയപ്പ് ജനക്കൂട്ടം ഇടതുപക്ഷ നേതാക്കളുടെ പൊതുരംഗത്തെ സ്വീകാര്യതയാണെന്ന് J. മാത്യൂസ് പ്രസംഗത്തിനിടയിൽ പറഞ്ഞു. റോയ് ജേക്കബ് VS അവസാനത്തെ ഇടതുപക്ഷക്കാരൻ എന്ന വലതുപക്ഷ അജണ്ട തന്റെ പ്രസംഗത്തിലൂടെ പൊളിച്ചെഴുതി. ബേബി ഊരാളിൽ, ഷെവലിയാർ ജോർജ് പാടിയടത്ത്, UA നസീർ, അലക്സ് എസ്തഫാൻ, അലയ്ക്ക് വേണ്ടി റോബിൻ ചെറിയാൻ, സജി തോമസ്, പ്രദീപ് എന്നിവരും KK ജോൺസൺ, കോശി, പൈനീർ ക്ലബ്ബ് പ്രസിഡന്റ് ജോണി സക്കറിയ, രാജു തോമസ്, ജോസ് ചെരുപ്പുറം എന്നിവർ ആദരാഞ്ജലികൾ അർപ്പിച്ച് സംസാരിച്ചു. ജേക്കബ് മാനുവൽ, എബ്രഹാം തോമസ് ക്യാമറ, സൗണ്ട് സിസ്റ്റം എന്നിവ നൽകി. സർഗവേദിയുടെ കോർഡിനേറ്റർ PT പൗലോസ് ഏവർക്കും നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി. ഫൊക്കാന ഈ വർഷം ഏർപ്പെടുത്തുന്ന ഭാരത ശ്രേഷ്ഠ പുരസ്കാരം വിഖ്യാത ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന് സമ്മാനിക്കും. സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം KV മോഹൻകുമാർ IAS-നും നൽകും. ഓഗസ്റ്റ് 1 മുതൽ 3 വരെ കുമരകം ഗോകുലം ഗ്രാൻഡ് 5 സ്റ്റാർ റിസോർട്ടിൽ നടക്കുന്ന കേരള കൺവെൻഷനിൽ അവാർഡുകൾ സമ്മാനിക്കുമെന്ന് ഫൊക്കാന ഭാരവാഹികൾ കോട്ടയം പ്രസ് ക്ലബിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ആരോഗ്യരംഗത്ത് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് ഡോക്ടർ ജോജോ ജോസഫ്, ഡോക്ടർ ജെറി മാത്യു എന്നിവർക്ക് ആരോഗ്യശ്രേഷ്ഠ പുരസ്കാരവും, റവറന്റ് ഫാദർ ബിനു കുന്നത്തിന് കർമ്മശ്രേഷ്ഠ പുരസ്കാരവും, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് കോട്ടയം നവജീവൻ മാനേജിംഗ് ട്രസ്റ്റി PU തോമസിന് കാരുണ്യശ്രേഷ്ഠ പുരസ്കാരവും, മൂലൻ ഗ്രൂപ്പ് ചെയർമാൻ വർഗീസ് മൂലന് വാണിജ്യശ്രേഷ്ഠ പുരസ്കാരവും നൽകും. ആഗസ്റ്റ് 1 വൈകിട്ട് 5:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. ഫൊക്കാന പ്രസിഡന്റ് ഡോക്ടർ സജിമോൻ ആന്റണി അധ്യക്ഷത വഹിക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മന്ത്രിമാരായ KN വേണുഗോപാൽ, VN വാസവൻ, K രാജൻ, റോഷി അഗസ്റ്റിൻ, MPമാരായ KC വേണുഗോപാൽ, ജോസ് K മാണി, ഫ്രാൻസിസ് ജോർജ്, MLAമാരായ രമേശ് ചെന്നിത്തല, റോജി ജോൺ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അടൂർ ഗോപാലകൃഷ്ണൻ, ഗോപിനാഥ് മുതുകാട്, KV മോഹൻകുമാർ IAS, ജോസ് പനിച്ചിപ്പുറം, റവറന്റ് ഫാദർ ഡേവിസ് ചിറമേൽ, ഷീബ അമീർ തുടങ്ങിയവർ പങ്കെടുക്കും. ഇത്രയും വിപുലമായ ഒരു കേരള കൺവെൻഷൻ ഇതാദ്യമെന്ന് പറയാം. അമേരിക്കയിൽ നിന്നും കേരളത്തിൽ നിന്നുമുള്ള നിരവധി പേർ കൺവെൻഷനിൽ പങ്കെടുക്കുന്നു. 3 ദിവസങ്ങളിലായി അരങ്ങേറുന്ന ഈ മഹാസമ്മേളനത്തിന്റെ തുടക്കം ലഹരിക്കെതിരെയുള്ള വിളംബരത്തോടു കൂടിയായിരിക്കും തുടക്കം. പത്രസമ്മേളനത്തിൽ ഫൊക്കാന പ്രസിഡന്റ് ഡോക്ടർ സജിമോൻ ആന്റണി, ജനറൽ സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ, ഫൊക്കാന കേരള കൺവെൻഷൻ ചെയർമാൻ ജോയ് ഇട്ടൻ, എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് പ്രവീൺ തോമസ്, കേരള കൺവെൻഷൻ കോർഡിനേറ്റർ ഡോക്ടർ ലൂക്കസ് മണ്ണയോട്, സ്ഥാപക നേതാവ് തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. 2ാം ദിനം നിരവധി പരിപാടികൾ കൊണ്ട് സമ്പന്നമാണ്. മുഖ്യ കൺവെൻഷനോട് കിടപിടിക്കുന്ന പരിപാടികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഫൊക്കാനയും കേരള യൂണിവേഴ്സിറ്റിയുമായി സഹകരിച്ച് നടത്തുന്ന ഭാഷയ്ക്കൊരു ഡോളർ, സാഹിത്യ സമ്മേളനം, സാഹിത്യ അവാർഡുകൾ, സാംസ്കാരിക അവാർഡുകൾ, ബിസിനസ് സെമിനാറുകൾ, ബിസിനസ് അവാർഡുകൾ, വിമൻസ് ഫോറം സെമിനാർ, വിമൻസ് ഫോറം സ്കോളർഷിപ്പ് വിതരണം, നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളുടെ തുടക്കം, ഫൊക്കാനയുമായി സഹകരിച്ച് നടത്തുന്ന ലൈഫ് ആൻഡ് ലിം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കാൽ വിതരണം,
മാധ്യമ സെമിനാർ, ഫൊക്കാന ഹൗസിംഗ് പ്രൊജക്ട്, മെഡിക്കൽ കാർഡ് വിതരണം, പ്രിവിലേജ് കാർഡ് വിതരണം, മൈൽസ്റ്റോൺ ചാരിറ്റബിൾ സൊസൈറ്റിയുമായി സഹകരിച്ച് നടത്തുന്ന ഫൊക്കാന സിം കേരള പ്രൊജക്ടിന്റെ സമാപനം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ ഉൾപ്പെടുത്തിയാണ് രണ്ടാം ദിവസത്തെ പരിപാടികൾ. 3 ദിവസങ്ങളിലുമുള്ള കൾച്ചറൽ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്നത് പ്രസിദ്ധ സിനിമാ താരവും ഡാൻസറുമായ സരയു മോഹനാണ്. താരത്തോടൊപ്പം ഡാൻസറും അവതാരികയും കൂടിയായ അമല റോസ് കുര്യൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള ഡാൻസുകൾ സ്റ്റാർ സിംഗർ ഫെയിം ജോബി, അഭിജിത്ത് കൊല്ലം, ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ മിയക്കുട്ടി, സിനിമാ പിന്നണി ഗായകനും മിമിക്രി താരവുമായ രാജേഷ് അടിമാലി തുടങ്ങിയവർ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കും. ഓഗസ്റ്റ് 2-ാം തീയതി രാവിലെ മുതൽ കേരളത്തിലെ മികച്ച കാർട്ടൂണിസ്റ്റുകളുടെ ലൈവ് കാരിക്കേച്ചറിംഗ് ഉണ്ടായിരിക്കും. ഏവരെയും കൺവെൻഷനിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നതായി പ്രസിഡന്റ് സജിമോൻ ആന്റണി, സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ, ട്രഷറർ ജോയ് ചാക്കപ്പൻ, എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് പ്രവീൺ തോമസ്, വൈസ് പ്രസിഡന്റ് വിപിൻ രാജു, ജോയിന്റ് സെക്രട്ടറി മനോജ് ഇടമന, ജോയിന്റ് ട്രഷറർ ജോൺ കല്ലോലിക്കൽ, അഡീഷണൽ ജോയിന്റ് സെക്രട്ടറി അപ്പുക്കുട്ടൻ പിള്ളെ, അഡീഷണൽ ജോയിന്റ് ട്രഷറർ മില്ലി ഫിലിപ്പ്, വിമൻസ് ഫോറം ചെയർപേഴ്സൺ രേവതി പിള്ള, ട്രസ്റ്റി ബോർഡ് ചെയർ ജോജി തോമസ്, കേരള കൺവെൻഷൻ ചെയർ ജോയ് ഇട്ടൻ, മറ്റ് കമ്മിറ്റി മെമ്പേഴ്സ് എന്നിവർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ലോകമെമ്പാടുമുള്ള മലയാളികളെ ഒരുമിപ്പിക്കുന്ന ആഗോള സംഘടനയായ വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ കോൺഫറൻസിന് ബാങ്കോക്കിൽ കപ്പൽ സവാരിയോടെ തുടക്കമായി. ചാവോ പ്രയ നദിയിലൂടെ സഞ്ചരിച്ച ആഡംബര കപ്പലിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ അമേരിക്ക, കാനഡ, മിഡിൽ ഈസ്റ്റ്, ഓസ്ട്രേലിയ, യൂറോപ്പ് തുടങ്ങിയ 30-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 565 പ്രതിനിധികൾ പങ്കെടുത്തു. വിശിഷ്ടാതിഥികളായി മുൻ MP കെ മുരളീധരൻ, സനീഷ് കുമാർ MLA, സോന നായർ, മുരുകൻ കാട്ടാക്കട എന്നിവർ പങ്കെടുത്തു. വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ ഭാരവാഹികൾ ചെയർപേഴ്സൺ തങ്കമണി ദിവാകരൻ, പ്രസിഡന്റ് തോമസ് മൊട്ടക്കൽ, ജനറൽ സെക്രട്ടറി ദിനേശ് നായർ, ട്രഷറർ ഷാജി മാത്യു, ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് അഡ്മിൻ ജെയിംസ് കൂടൽ, കോൺഫറൻസ് കമ്മിറ്റി ചെയർമാൻ ബാബു സ്റ്റീഫൻ, വൈസ് ചെയർ സുരേന്ദ്രൻ കണ്ണാട്ട്, ജനറൽ കൺവീനർ അജോയ് കല്ലുംകുന്നേൽ എന്നിവർ ചേർന്ന് വിശിഷ്ടാതിഥികളെയും പ്രതിനിധികളെയും സ്വീകരിച്ചു. ഗ്ലോബൽ സംഗമം നമ്മുടെ പാരമ്പര്യത്തെ അടയാളപ്പെടുത്തുന്നതിനൊപ്പം ഭാവി വികസന പദ്ധതികൾക്കുള്ള അവസരവുമാണ്. ആശയവിനിമയവും സഹകരണവും വഴി പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കളെയും സംരംഭകരെയും ആഗോളതലത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കോൺഫറൻസ് ലക്ഷ്യം വെക്കുന്നത്. ജൂലൈ 28 വരെ നീളുന്ന കോൺഫറൻസിൽ ബിസിനസ് സമ്മേളനങ്ങളും നേതൃത്വ സെഷനുകളും സാംസ്കാരിക വിരുന്നുകളും WMC ഗ്ലോബൽ അവാർഡുകളും വിതരണം ചെയ്യും. ബാങ്കോക്കിൽ നടക്കുന്ന ഈ മീറ്റ് ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും വലിയ മലയാളി സംഗമങ്ങളിൽ ഒന്നായി മാറിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഷിക്കാഗോ സെന്റ് മേരീസ് ക്നാനായ കത്തോലിക്ക ഇടവകയുടെ 15ാം വാർഷികത്തിന്റെ ഭാഗമായി നടത്തപ്പെട്ട ഇടവക ദിനം വർണ്ണോജ്വലമായ പരിപാടികളോടെ അവിസ്മരണീയമായി. ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഷിക്കാഗോ സീറോ മലബാർ രൂപതാധ്യക്ഷൻ മാർ ജോയ് ആലപ്പാട്ടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെട്ട ആഘോഷമായ പോയിന്റിഫിക്കൽ കുർബാനയോടെയാണ് ഇടവക ദിനത്തിന് ആരംഭം കുറിച്ചത്. ദിവ്യബലിക്ക് ശേഷം ഇടവകയിൽ ഈ വർഷത്തിൽ 15ാമത് ജന്മദിനം ആഘോഷിച്ച കുട്ടികളെയും 25ാമത് 50ാമത് വിവാഹ വാർഷികങ്ങൾ ആഘോഷിച്ച ദമ്പതികളെയും ആദരിച്ച് അവർക്ക് ഉപഹാരങ്ങൾ നൽകി. തുടർന്ന് എല്ലാ പ്രായക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് രസകരമായ ഗെയിമുകൾ സജി പൂത്രക്കയിൽ, സാജു കണ്ണപ്പള്ളി എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടു. വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണത്തോടെ ഇടവക ദിനം സമാപിച്ചു. 15ാമത് വാർഷികത്തിന്റെ ഭാഗമായി ദേവാലയത്തിന്റെ പൂന്തോട്ടത്തിൽ നടത്തപ്പെട്ട ഫലവൃക്ഷ നടലിന് ക്നാനായ റീജിയൻ ഡയറക്ടർ ഫാദർ തോമസ് മുളവനാൽ നേതൃത്വം നൽകി. വികാരി ഫാദർ സിജു മുടക്കോടിൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ അനീഷ് മാവേലി പുത്തൻപുര, സെക്രട്ടറി സിസ്റ്റർ ഷാലോം, കൈക്കാരന്മാരായ സാബു കട്ടപ്പുറം, ബിനു പൂത്തുറയിൽ, ലൂക്കോസ് പൂഴിക്കുന്നേൽ, ജോർജ് മറ്റത്തിപ്പറമ്പിൽ, നിബിൻ വെട്ടിക്കാട്ട്, സണ്ണി മേലേടം, സ്റ്റീഫൻ കിഴക്കേക്കുറ്റ്, സ്റ്റീഫൻ ചൊള്ളമ്പേൽ, ടോണി പുളിയറത്തുണ്ടത്തിൽ, ഇനി എടക്കര എന്നീ 15ാം വാർഷിക കമ്മിറ്റി അംഗങ്ങളും പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. മിഷിഗണിലെ ഒക്കെമോസ് ലൈബ്രറിയിൽ 2025 ജൂലൈ 26 മലയാളി അസോസിയേഷൻ ഓഫ് ലാൻസിംഗ് ഏരിയ സംഘടിപ്പിച്ച ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വർക്ക്ഷോപ്പ് ഗംഭീരമായി നടത്തി. മല യൂത്ത് ക്ലബ് അംബാസഡർ മനീഷ് മോഹൻ ആർട്ട് വർക്ക്ഷോപ്പിന് എല്ലാ സജ്ജീകരണങ്ങളും ക്രമീകരിച്ച് പരിപാടി വിജയകരമാക്കാൻ സഹായിച്ചു. ലൈബ്രറി ഹെഡ് ടോം മൂർ ഉദ്ഘാടനം നടത്തി. നികിത കേരളത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ചുള്ള ഒരു ഓവർവ്യൂ പ്രസന്റേഷൻ വഴി കുട്ടികളുമായി പങ്കുവച്ചു. തുടർന്ന് മാല സെക്രട്ടറി സ്മിത താജ് മുഹമ്മദ് മാല ഒരുക്കിയ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ബൂത്തിന്റെ വിശദീകരണം നൽകി.
മാല യുവ അംഗം ലയ വർമ്മ, ജാസ്മിൻ പൂക്കൾ, ടെൻഡർ കോക്കനട്ട് ഉൾപ്പെട്ട ക്രാഫ്റ്റ് സെഷന് നേതൃത്വം നൽകി. മറ്റ് ബൂത്തുകളിൽ പൂക്കളം, കഥകളി, ബാക്ക് വാട്ടർ പെയിന്റിംഗ് എന്നിവയും ഉണ്ടായിരുന്നു. കുട്ടികളെല്ലാവരും വലിയ സന്തോഷത്തോടെ പങ്കെടുത്തു. മാല ട്രഷറർ ഷാജി ജോൺ, യൂത്ത് അംബാസിഡർ മനീഷ് മോഹൻ, സെക്രട്ടറി സ്മിത താജ് മുഹമ്മദ്, ബോർഡ് ഓഫ് ഡയറക്ടർ ശ്രീലക്ഷ്മി രാജേഷ് എന്നിവർ കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചു. വോളണ്ടിയർമാരായ ശ്രുതി വർമ്മ, നീതു പ്രശാന്ത്, നീതു ശരത്, ശരണ്യ സുധാകരൻ, യുവ ക്ലബ് വൈസ് ക്യാപ്റ്റൻ നബീൽ താജ് മുഹമ്മദ്, സെക്രട്ടറി സാന്ദ്ര നായർ എന്നിവരുടെ സഹായം കൊണ്ട് ഈ പരിപാടി വിജയകരമാക്കാൻ സാധിച്ചു. മാലയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒക്കെമോസ് ലൈബ്രറിയിൽ നടത്തിയ ഈ വർക്ക്ഷോപ്പ് മാല 2025 മറ്റൊരു പ്രത്യേകത കൂടി ചേർക്കുന്നതാണ്. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഷിക്കാഗോ സെന്റ് മേരീസ് ക്നാനായ കത്തോലിക്ക ഇടവകയുടെ ഈ വർഷത്തെ പ്രധാന തിരുനാൾ ഓഗസ്റ്റ് 3 മുതൽ 11 വരെ ദർശന തിരുനാളായി ആഘോഷിക്കുന്നു. ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ ദൈവമാതാവിന്റെ സ്വർഗാരോപണ തിരുനാളാണ് ദർശന തിരുനാളായി കൊണ്ടാടപ്പെടുന്നത്. ഇടവക സ്ഥാപിതമായിട്ട് 15 വർഷങ്ങൾ പൂർത്തിയാകുന്ന വേളയിൽ നടത്തപ്പെടുന്ന തിരുനാളിന് മെയിൻ മിനിസ്ട്രിയിലൂടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളും പ്രസിദ്ധേന്തിമാരാകുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഓഗസ്റ്റ് 3 രാവിലെ 10 മണിക്കുള്ള കുർബാനയ്ക്ക് ശേഷം നടത്തപ്പെടുന്ന പതാക ഉയർത്തലോടെയാണ് തിരുക്കർമ്മങ്ങൾക്ക് തുടക്കമാവുക. അന്നത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ക്നാനായ റീജിയൻ ഡയറക്ടർ മോൺസിഞ്ഞോർ തോമസ് മുളവനാൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഗുജറാത്ത് മിഷന്റെ സുപ്പീരിയർ ജനറൽ ഫാദർ സ്റ്റീഫൻ ജയരാജ് സന്ദേശം നൽകും. തുടർന്ന് തിങ്കൾ മുതൽ ബുധൻ വരെ ആഘോഷമായ ദിവ്യബലിയും മരിയൻ സന്ദേശങ്ങളോട് കൂടിയുള്ള തിരുക്കർമ്മങ്ങളും നടത്തപ്പെടും. ഫാദർ ജോസ് തെരക്കൽ, ഫാദർ ടോമി വട്ടുകുളം, ഫാദർ ജോബി പൂച്ചുകണ്ടത്തിൽ എന്നിവർ ഈ ദിവസങ്ങളിലെ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ജോബി വെള്ളൂക്കുന്നേൽ, ഫാദർ ബിൻസ് ചേത്തലിൽ എന്നിവരാണ് വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലെ തിരുക്കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കുന്നത്. പ്രധാന തിരുനാൾ ദിവസമായ ഓഗസ്റ്റ് 10 ഞായറാഴ്ച റാസ കുർബാനയ്ക്ക് ഫാദർ ലിജോ കൊച്ചുപറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഓഗസ്റ്റ് 8 വെള്ളിയാഴ്ചയിലും ഓഗസ്റ്റ് 9 ശനിയാഴ്ചയിലും കൂടാരയോഗ കലാമേളയും കലാസന്ധ്യയും നടത്തപ്പെടും. ഓഗസ്റ്റ് 11 തിങ്കളാഴ്ച നടത്തപ്പെടുന്ന മരിച്ചവർക്ക് വേണ്ടിയുള്ള വിശുദ്ധ കുർബാനയോടും സെമിത്തേരി സന്ദർശനത്തോടെയുമാണ് തിരുക്കർമ്മങ്ങൾ അവസാനിക്കുക. വികാരി ഫാദർ സിജു മുടക്കോടിൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ അനീഷ് മാവേലി പുത്തൻപുര, സെക്രട്ടറി സിസ്റ്റർ ഷാലോം, കൈക്കാരന്മാരായ സാബു കട്ടപ്പുറം, ബിനു പൂത്തുറയിൽ, ലൂക്കോസ് പൊഴിക്കുന്നേൽ, ജോർജ് മറ്റത്തിപ്പറമ്പിൽ, നിബിൻ വെട്ടിക്കാട്ട്, സെക്രട്ടറി സണ്ണി മേലേടം, തിരുനാൾ കോർഡിനേറ്റേഴ്സായ സിബി കൈതക്കത്തൊട്ടിയിൽ, സ്റ്റീഫൻ ചൊള്ളാമ്പൽ, ജോണിക്കുട്ടി പിള്ളവെട്ടിൽ, പോൾസൺ കുളങ്ങര എന്നിവരുടെ നേതൃത്വത്തിലുള്ള തിരുനാൾ കമ്മിറ്റിയാണ് തിരുനാളിന്റെ വിജയത്തിനായി പ്രവർത്തിക്കുന്നത്. ഷിക്കാഗോ നിവാസികളുടെ ആത്മീയവും ഭൗതികവുമായ സുസ്ഥിതിക്ക് പരിശുദ്ധ അമ്മ വഴിയായി ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിക്കുവാനും നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി യാചിക്കുവാനും ഈ ദർശന തിരുനാൾ ആചരണത്തിലൂടെ സാധിക്കട്ടെ എന്നും ഏവർക്കും ഈ തിരുനാളിലേക്ക് സ്വാഗതം അരുളുകയും ചെയ്യുന്നുവെന്ന് ഇടവക വികാരി ഫാദർ സിജു മുടക്കോടിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഇതോടെ പ്രവാസി ചാനൽ eMalayali.com ന്യൂസ് സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.